ഇന്ന് നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അവിയലിനുള്ള പച്ചക്കറികളെല്ലാം എടുത്തു വെച്ചിരിക്കുക. ഇനി ഇതരിഞ്ഞ് അവിയൽ ഉണ്ടാക്കാം. ഇത് റോസനാണ്. ഇത് കോവയ്ക്ക. ഇത് പടവൽ പറയും വെളുത്തുകാർ. നോർത്ത് ഇന്ത്യൻസൊക്കെ. ഇത് വെള്ളരിക്ക, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ചേന ഇല്ലാത്തതുകൊണ്ട് പൊട്ടാറ്റോ ഇടുക വരുന്നത്. കായ്, പച്ചത്തക്കാളി ഉണ്ടെങ്കിൽ ഇടാം. ഞാൻ വെള്ളരിക്ക എടുത്ത് തൊലിയെത്തി അകത്തെ കുരുവെല്ലാം കളഞ്ഞത് തന്നെ പ്രത്യേകിച്ച്. നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എല്ലാം നീളത്തിൽ കഴിയുന്നതും യൂണിഫോമായിട്ട് ഒരേ നീളത്തിൽ പറ്റുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യണം. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ കട്ട് ചെയ്തിരിക്കുക. ഓരോന്നായിട്ട് ഇടട്ടെ. ഇതിട്ടത് പടവൽ എന്ന് പറഞ്ഞ ആ സാധനം. ഇത് ബീൻസും കായും. ഇത് വെള്ളരിക്കയും പൊട്ടറ്റോ. ഇത് നമ്മുടെ കോവയ്ക്ക. ഇത് ക്യാരറ്റ്. എല്ലാം നീളത്തിൽ ഒരേ യൂണിഫോമായിട്ട് പറ്റുന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇത് ക്യാപ്സിക്കം. കുറച്ച് കഴിഞ്ഞിട്ടാലും മതി. അത് ഞാനിടുക. ക്യാപ്സിക്കം കുറച്ച് കഴിഞ്ഞിടാം. വെന്ത് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അതങ്ങ് അളിഞ്ഞു പോകും. ഇത് നാളികേരം, ജീരകവും പച്ചമുളകും ഇട്ട് അരയ്ക്കണം. കുറച്ച് തൈരും കൂടി ഇട്ട് അരയ്ക്കണം. ഇത് ചേരാനുള്ള തൈര് അരയ്ക്കുമ്പോൾ തന്നെ അങ്ങ് ഇടണം. അവിയലിലേക്ക് ഇടേണ്ട തൈര്. തേങ്ങയും ജീരകവും മുളകും മിക്സിയിലിട്ട് അതൊന്ന് പൊടിഞ്ഞിട്ട് തൈരിടാം, യോഗട്ടിടാം. എന്തായാലും ഒരു വെള്ളമയം വേണമല്ലോ ഇതറിയാൻ. യോഗട്ട് തന്നെ ഇട്ടങ്ങ് അരച്ചാൽ പ്രത്യേകം വെള്ളം ചേർക്കണ്ട. ഇത്രയും ഇടണം. ഇത് തന്നെ പോരാ, കുറച്ചുകൂടി ഇട്ടാലും ദോഷം. ഒരുപാട് അറിഞ്ഞു പോകണ്ട. ഒരു മീഡിയം പാകത്തിന്, ഈ പാകത്തിന് അറിഞ്ഞാൽ മതി. ഇപ്പം തൈര് കൂടി ഇട്ട് ഒന്ന് കൂടി ചെയ്തപ്പം നല്ല പാകത്തിന്. ആദ്യം വെറുതെ ഒന്ന് പൊടിച്ചു, പിന്നെ തൈരിട്ട് ഒന്നുകൂടെ കുറച്ച് ആംചൂർ പൗഡർ ഇട്ട് 2 കരിവേപ്പിൻ്റെ ഇല വാസനയ്ക്ക്. അത് തേങ്ങയെ തന്നെ ചേർത്താൽ കൂടുതൽ അതിന് ഇത്രയും മതി. ഇത്രയും അരക്കാം. ഇനി കരിവേപ്പിൻ്റെ ഇല വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റിലിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഉപ്പ്, പിന്നെ വെള്ളം. അതെല്ലാം കഴിഞ്ഞിട്ടേ കത്തിക്കാം. ഇതിനൊരു 3/4 ഗ്ലാസ് ഒഴിക്കാം. ഒരു ഗ്ലാസ്സിന്, സാധാരണ ഗ്ലാസ്സിന് 1 ഗ്ലാസ്. പിന്നെ ഇടയ്ക്ക് നോക്കിയിട്ട് മതി. ഇതൊക്കെ വെള്ള കഷ്ണങ്ങളാണ്. ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ അടച്ച് ഒരു 30 മിനിറ്റ് വെന്തോട്ടെ. ഇടയ്ക്ക് തുറന്ന് നോക്കാം. എന്താന്ന് തോന്നിയാൽ ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി വെച്ച് പിന്നെ വെന്തെന്ന് തോന്നിയാൽ അരപ്പ് ചേർക്കാം. അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പും ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിൻ്റെ ഇല ഇടണം. തുറന്ന് ഒന്ന് ഇളക്കി ഈ ക്യാപ്സിക്കം ആഡ് ചെയ്യണം. അത് തിളച്ച് തുടങ്ങി. വെള്ളം ഉണ്ടോ എന്ന് നോക്കാനും കൂടെ തുറന്ന് നോക്കണം എന്ന് പറയണം. ക്യാപ്സിക്കം ആഡ് ചെയ്യണം. കഷ്ണം വയ്ക്കുമ്പോൾ കുറച്ച് നല്ലോണം തീയാവാം. തിളയ്ക്കുന്ന വരെ ഒന്ന് തിളച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ലോണം മുകളിൽ വരെ വന്നു എന്നായാൽ ഒരു തീ കുറച്ച് ചെറുതാക്കാം.
എന്നിട്ടാണ് 30 മിനിറ്റ് വേണം. 30 മിനിറ്റ് ആകുമ്പോൾ ഈ തുറന്ന ഇനി ഇളക്കി നോക്കി കഷ്ടം എന്ത് കാണും, എന്ത് തുടങ്ങി, എന്ത് ഇങ്ങനെ തവി കൊണ്ട് നോക്കിയാൽ അറിയാം എന്നിട്ടുണ്ട്. ഇനി അരപ്പി ചേർത്ത് ഇനി അടയ്ക്കണം. അരപ്പൊന്ന് വേവാൻ വിടണം. ഒരു 5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഇനി 4 മിനിറ്റ് ബാക്കി. ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് വേണ്ട. അരപ്പൊന്ന് പാകം വെക്കണം. ചെറിയ തീ തന്നെ മതി. വെള്ളം നോക്കണം, അടി പിടിക്കും ചിലപ്പോൾ. വെള്ളം എല്ലാം വയ്ക്കും. വെള്ളമില്ലാത്ത അവിയല എല്ലാവർക്കും ഇഷ്ടം. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് ഒന്നിൽ ശകലം മോരൊഴിക്കാം, അരപ്പിയാക്കും. ഇല്ലെങ്കിൽ ഒരു ശകലം വെള്ളം അരപ്പിൻ്റെ കൂടെ ഒന്ന് ഇളക്കി അരപ്പെല്ലാവർക്കും പിടിക്കാനും ഒക്കെ നല്ലതാണ്. കുറച്ച് വെള്ളം ഇളക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. അണച്ചു വെള്ളവും വറ്റി. ഇനി അണച്ചിട്ട് വെള്ളം ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കരിയേപ്പിൻ്റെ ഇല ബാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. കരിയേപ്പിൻ്റെ എന്നിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ശകല ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുക. മറ്റേ വെളിച്ചെണ്ണ അധികം ഇഷ്ടമല്ലാത്ത ഞാൻ വിചാരിച്ച പോലെ തന്നെ വെള്ളമെല്ലാം വറ്റി നല്ലോണം ഒന്നും അടി പിടിക്കാതെ പാകത്തിന് വെള്ളമാക്കി നമ്മൾ ഒഴിച്ച വെള്ളം നല്ല പാകമായി. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം നല്ല എക്സൈറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. എല്ലാം ഉപ്പും മുളക് എല്ലാം നല്ല പാകം, വേവ് പാകം. നമ്മൾ ഒഴിച്ച വെള്ളവും ആ വെന്ത സമയവും എല്ലാം നല്ല കറക്റ്റായി.